മുരളി ഗോപി ആദ്യം എഴുതിയത് രസികൻ എന്ന ചിത്രമാണ്. 2004 ഈ ചിത്രം പുറത്തു വന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2012 ഈ അടുത്ത കാലത്തുന്ന ചിത്രം മുരളി ഗോപിയുടെ തൂലികയിൽ പിറന്നു. രാഷ്ട്രീയം പറയുന്ന ഈ ചിത്രം വലിയ വിജയമായി, സാമ്പത്തികമായും കലാപരമായും. മുരളി ഗോപി എന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ തിരക്കഥാകൃത്തിനെ അടയാളപ്പെടുത്തുന്ന ചിത്രമാണ് ഈ അടുത്ത കാലത്ത്. തുടർന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ടിയാൻ, കമ്മാരസംഭവം, ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങൾ. രാഷ്ട്രീയം പറയുന്ന ഈ ചിത്രങ്ങൾ മുരളി ഗോപിക്ക് നിരവധി ടാഗുകൾ നൽകി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെന്ന് ചിലർ, സംഘപരിവാർ അനുകൂലിയെന്ന് മറ്റു ചിലർ, അങ്ങനെ പലരും പലതും വിളിച്ചു. മലയാളത്തിലെ എക്കാലത്തെയും പണംവാരി സിനിമകളിലൊന്നായ ലൂസിഫറിന്റെ 2ാം ഭാഗം തിയേറ്ററുകളിലെത്തി. ഈ സിനിമയും പതിവ് പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ സംഘപരിവാർ വിരുദ്ധതയാണ് വിമർശകർ കാണുന്നത്. പതിവുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിമർശിക്കുന്നുണ്ടെന്നും കോൺഗ്രസിനെ തലോടുന്നു എന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറയുന്നു. മലയാളത്തിലെ വമ്പൻ കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഒന്നായെത്തിയ നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രം അങ്ങനെ വാർത്തകളിൽ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഇടം പിടിക്കുന്നു. നല്ലത്, ചർച്ചകൾ വരട്ടെ. നിരവധി പ്രമുഖരും എമ്പുരാൻ്റെ രാഷ്ട്രീയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എത്തിയിട്ടുണ്ട്. സിനിമയുടെ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം പറയാൻ ചില്ലറ ധൈര്യം പോരെന്നാണ് നടൻ ബിനീഷ് കോടിയേരി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. ഇങ്ങനെയാണ് ബിനീഷ് കോടിയേരി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യാൻ മുരളി ഗോപിക്കും പൃഥ്വിരാജിനും ഉണ്ടായ ധൈര്യത്തെ അഭിനന്ദിക്കുന്നുവെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. എമ്പുരാൻ ശക്തമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. തീവ്ര വലതുപക്ഷം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നും രാഹുൽ പറയുന്നു. എമ്പുരാന്റെ രാഷ്ട്രീയം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിപ്പടരുന്നത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കണ്ട് തെറിവിളിച്ചവർ ഇപ്പോൾ മുരളി ഗോപിക്ക് അഭിനന്ദനം അറിയിക്കുന്നു. സംഘപരിവാർ അനുകൂലികൾ നെറ്റ് ചുളിക്കുന്നു, വിമർശിക്കുന്നു. അങ്ങനെ എമ്പുരാൻ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. കുറച്ചുനാൾ മുമ്പാണ് ഒരു എഴുത്തുകാരൻ ഖസാക്കിൻ്റെ കഥാകാരൻ OV വിജയനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്: വിജയൻ നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ക്രിയാത്മകമായി വിമർശിച്ചു. ഈ ക്രിയാത്മക വിമർശനം ഉൾക്കൊള്ളാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, വിജയനെ സംഖ്യയായി കമ്മ്യൂണിസ്റ്റുകാർ ചാപ്പുകുത്തി. ഇങ്ങനെ എഴുത്തുകാരെ, കലാകാരന്മാരെ ചാപ്പടിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് ആ എഴുത്തുകാരൻ OV വിജയനെക്കുറിച്ച് പറഞ്ഞത്. എഴുത്തുകാരൻ EM ഫോസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ്, സമാധാനമല്ല. അതായത് ടോളറൻസ്, സഹിഷ്ണുതയാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഫോസ്റ്റർ പറഞ്ഞത്. മുരളി ഗോപിയെയും പൃഥ്വിരാജിനെയും ചാപ്പേടിക്കും മുമ്പ് ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. എമ്പുരാന്റെ രാഷ്ട്രീയം ചർച്ചയാവട്ടെ, ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉയരട്ടെ. ഓർക്കുക, വിമർശനവും അധിക്ഷേപവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ ചെറുതാണ്.